അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ ഗുരുജനങ്ങൾ, വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സിഗരറ്റ് വലിയെ മോശവും നീചവുമായി കണ്ടിരുന്ന അമേരിക്കയിലെ സ്ത്രീകൾക്കിടയിൽ എങ്ങനെയെങ്കിലും സിഗരറ്റിനെ ഒന്ന് സാർവത്രികമാക്കി തരണമെന്ന ആവശ്യവുമായി കമ്പനി മേധാവികൾ അക്കാലത്ത് വിഖ്യാത മാസ് സൈക്കോളജിസ്റ്റായ എഡ്വേർഡ് ബർണേഴ്സിനെ സമീപിക്കുന്നുണ്ട്. അദ്ദേഹം പരിഹാരമായി പറഞ്ഞത്, അക്കാലത്ത് അമേരിക്കയിലെ ഫെമിനിസത്തിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ വലിയ ഒരു റാലി നടക്കുകയുണ്ടായി. ആ റാലിയിൽ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിൻ്റെ ദീപശിഖ തെളിയിക്കുമെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ ഉടനീളം പ്രചരിപ്പിച്ചു. അമേരിക്കൻ ജനത ഒന്നടങ്കം എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുക എന്ന് ഉറ്റുനോക്കിയിരുന്നപ്പോൾ ഓരോ സ്ത്രീയുടെ കയ്യിലേക്കും സിഗരറ്റ് വെച്ച് നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കൂ എന്ന ആഹ്വാനവുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. സ്ത്രീകളെല്ലാം ആ ഒരു പ്രഖ്യാപനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുകയായിരുന്നു. പിൽക്കാലത്ത് വന്ന ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തങ്ങളുടെ അജണ്ടകളെ നടപ്പിലാക്കാൻ, ആശയങ്ങളെ പ്രചരിപ്പിക്കാനെല്ലാം ഈ ഒരു പരിഹാരത്തെ ചേർത്തു പിടിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാതന്ത്ര്യം, സമത്വം, ജെൻഡർ തുടങ്ങിയ പദാവലികളെ ഏത് വലിയ അജണ്ടകൾ നടപ്പിലാക്കാനുമുള്ള ആയുധമായി പ്രയോഗവൽക്കരിക്കുന്ന ചാണക്യതന്ത്രത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ജെൻഡർ രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ പരിശോധിക്കേണ്ടത്. ചെറിയ പല വസ്തുക്കളുടെയും കണ്ടുപിടുത്തങ്ങൾ വലിയ മാറ്റങ്ങൾക്ക്, കോളിളക്കങ്ങൾക്ക് നിദാനമായ ചരിത്രം കൂടെയാണ് മാനവരാശിയുടേത്. ഗർഭനിരോധനത്തിന്റെ ഗുളിക കണ്ടുപിടിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ലൈംഗികതയും പ്രത്യുൽപാദനവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. അത് 1960കളിലെ സെക്ഷൽ റവല്യൂഷനുകളിലേക്ക് നയിച്ചു. അതുതന്നെയാണ് 1969ലെ സ്റ്റോൺവാൾ കലാപങ്ങളിലേക്കും വഴിവെച്ചു കൊടുക്കുന്നത്. ഇതിന്റെ പിൻബലത്തിലാണ് യൂറോപ്പിലും അമേരിക്കയിലും ആകമാനം ജെൻഡർ രാഷ്ട്രീയത്തിന്റെയും ജെൻഡർ ആക്ടിവിസത്തിനും കൂടുതൽ ദൃശ്യത ലഭിക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും നടന്ന സ്വത്വബോധത്തിന്റെ ശീതസമരങ്ങൾക്കെല്ലാം ഒടുവിൽ തോന്നലുകൾക്കനുസരിച്ച് ലിംഗങ്ങളെ കീറിമുറിക്കാനുള്ള അവകാശം മാത്രമായിരുന്നില്ല നേടിയെടുത്തത്. അതിനുമൊക്കെയെല്ലാം അപ്പുറത്ത് ലിബറലിസത്തിന്റെ പ്രധാന അജണ്ടയായ കുടുംബ ബന്ധങ്ങളെ തകർക്കുക എന്ന പരസ്യമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു ഇതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇതിന്റെ പരിണിതികളെ പരിശോധിക്കുമ്പോഴാണ് അമേരിക്കയിൽ വൈദ്യശാസ്ത്ര രംഗത്തിന് വിശ്രുതമായ സേവനങ്ങൾ നൽകിയതിന് നൊബേൽ സമ്മാനത്തിന് അർഹനായ അലക്സിസ് കാറൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, അമേരിക്കയിൽ സ്ത്രീകൾക്ക് മാതൃത്വത്തോട് പുച്ഛ മനോഭാവമുള്ള ശിശു പരിപാലനത്തെ ഒരു പഴഞ്ചനേർപ്പാടായി കാണുന്ന, സ്നേഹത്തിനും ഇണക്കത്തിനും യാതൊരുവിധ പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരു സമൂഹമായി അമേരിക്കൻ ജനതയെ മാറ്റിയെടുക്കുന്നതിൽ, പരിവർത്തിപ്പിക്കുന്നതിൽ ജെൻഡർ രാഷ്ട്രീയത്തിന്റെ നിസ്തുലമായ പങ്കിനെ അദ്ദേഹം തൻ്റെ കൃതികളിലൂടെയെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ജെൻഡർ രാഷ്ട്രീയത്തിന്റെ ദൃശ്യപ്രപഞ്ചം അരാജകത്വത്തിൻ്റെതാണെന്ന് സംശയമില്ല. എങ്കിൽ അതിൻ്റെ കാണാപ്പുറങ്ങൾ ഭീകരതയുടേതാണ്. വിഷയകമായി പഠിച്ചുകൊണ്ടിരിക്കെ ജെൻഡർ രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങളെ തേടി നാം കൂടുതലൊന്നും അലയേണ്ടതില്ല എന്ന് മനസ്സിലായി. കാരണം ട്രാൻസ് റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ജെൻഡർ സെക്സ് റീ അസൈൻമെന്റ് സർജറി നടത്തി ഡി ട്രാൻസിഷനായി ഒരുങ്ങുന്ന മനുഷ്യർ ശാരീരിക മാനസിക സംഘർഷങ്ങളുടെ കയത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം വലിച്ചെറിയപ്പെട്ട പച്ചയായ മനുഷ്യരുടെ വേദനകളും രോദനകളും അടങ്ങിയ ഭീകരമായ ചിത്രമാണ് നാം അവിടെ കാണുന്നത്. എനിക്കിനി ഒരു അമ്മയാകാൻ സാധിക്കില്ലല്ലോ എന്നാർത്തുള്ള വിതുമ്പലും, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ എടുത്തുപോയ ഒരു തീരുമാനമായിരുന്നു എന്ന് വിതുമ്പുന്ന കൗമാരക്കാരിയും, മലമൂത്ര വിസർജന സമയത്തെല്ലാം അസഹ്യമായ വേദനയാണെന്നും ഈ വേദന ജീവാന്ത്യം വരെ തിന്നാൻ വിധിക്കപ്പെട്ട പച്ചയായ മനുഷ്യരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഇച്ഛകളെ ഉപരോധിക്കാമായിരുന്നു, ഞങ്ങൾക്ക് ഈ തോന്നലുകളെ നിയന്ത്രിക്കാമായിരുന്നു, ഞങ്ങൾക്ക് വൈദ്യസഹായത്തിനും പഠനങ്ങൾക്കും വിധേയപ്പെടാമായിരുന്നു. ജെൻഡർ രാഷ്ട്രീയം തലയിൽ കുത്തിവെക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അന്ധരായി തീർന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ കാണാപ്പുറങ്ങൾ
നമ്മൾ കേവലം ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ആലയിൽ പിടിച്ചു കെട്ടാൻ ശ്രമിക്കരുത് ജെൻഡർ രാഷ്ട്രീയത്തെ. ജെൻഡർ ഡിസ്ഫോറിയ, ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്കയിലെ 27% കുട്ടികളെന്ന് നാം തിരിച്ചറിയുമ്പോൾ 87% ജെൻഡർ ഡിസ്ഫോറിയയുടെയും കാരണം സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്ടിവിസമാണ്, ജെൻഡർ ആക്ടിവിസമാണെന്ന തിരിച്ചറിവും റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ കേന്ദ്രം ശരിവെക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഇതേ സോഷ്യൽ മീഡിയയിലാണ്, ഇതേ കണ്ടന്റുകൾ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയയിലാണ് കണ്ടന്റ് മോഡറൈസേഷന്റെയും സെൻസർഷിപ്പിന്റെയും പേരിൽ ഇതിന്റെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നത്. ട്രാൻസ്ഫോബിയ, ഹോമോഫോബിയ കാപ്പകളെ ചുമത്തിക്കൊണ്ട് ഗവേഷണ പഠനങ്ങളെ, പ്രബന്ധങ്ങളെ, വൈദ്യശാസ്ത്രമായിട്ടുള്ള പുതിയ രംഗത്തുള്ള കണ്ടെത്തലുകളെല്ലാം തഴഞ്ഞു വെക്കുന്നതിന്റെ ന്യൂനപക്ഷ ഫാഷിസത്തിന്റെ പേര് കൂടിയാണ് ജെൻഡർ രാഷ്ട്രീയമെന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വനിതാ നീന്തൽ റെക്കോർഡുകൾ മത്സരിച്ചു തിരുത്തുമ്പോൾ, ന്യൂജേഴ്സിയിലെ ജയിലിൽ വെച്ച് ഡെമി മൈനറിനാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, മോളെ നിനക്ക് പ്രായപൂർത്തിയായതിനു ശേഷം നീ സ്വമേധയാ തീരുമാനമെടുത്തോളൂ എന്ന് ഉപദേശിച്ച പിതാവിനെ വീട്ടിലെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കുമ്പോൾ ഈ ഒരു അനീതികളെ ഏത് പുരോഗമനത്തിന്റെ ആധുനിക ജെൻഡർ രാഷ്ട്രീയത്തിന്റെ സമവാക്യം വെച്ചാണ് നീതീകരിക്കാൻ സാധിക്കുക എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. പടിഞ്ഞാറ് നിന്നും ദുർഗന്ധം വമിക്കുന്ന ജെൻഡർ രാഷ്ട്രീയത്തിന്റെ കാറ്റ് നമ്മുടെ കാടുകളിലേക്കും അടിച്ചു വീശാൻ തുടങ്ങിയിട്ടുണ്ട്. പെണ്ണ് പാൻറ്റിട്ടാലെന്താ എന്ന നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിങ്ങൾ ആ ഒരു ജെൻഡർ രാഷ്ട്രീയത്തെ തളച്ചിടരുത്. കാലുകൾക്കൊത്ത് ചെരുപ്പിനൊത്ത് കാലുകൾ മുറിക്കുന്ന ഇസങ്ങളുടെയും മതങ്ങളുടെയും കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ജെൻഡർ രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങളെ കുറിച്ച് സമൂഹത്തെ പ്രബുദ്ധരാക്കിക്കൊണ്ടിരിക്കുക. വിശ്വാസ സ്ഥൈര്യവും മൂല്യബോധവും നമ്മുടെ ഇന്ധനങ്ങളാവട്ടെ. വആഖിറു ദഅവതനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.